എൻ്റെ അവിടെ പോവാണ്ടിരിക്കാൻ വേണ്ടിയാണല്ലോ കേട്ടോ അവൻ ഈ കാലൊക്കെ വെച്ചേക്കണത്. എന്തായി ഇതിന്റെ മേളിൽ കയറി നിൽക്കാന്ന് തോന്നുന്നു. അതെ, ഒരാള് കാശ്മീരിൽ പോണ പോക്ക് കണ്ട ബാഗ്. ഞാൻ വീഡിയോ എടുക്കുക, അപ്പൊ ഓടെ ഇറക്കട്ടെ. ആദ്യം എടുത്ത ലോകം ഒറ്റക്ക് പോണേ. അമ്മ നോക്കി പോണേ. അപ്പൊ അമ്മ ഇറങ്ങി. അപ്പൊ ഞാൻ വീടിന്ന് വർക്ക് ചെയ്യും. എനിക്ക് കൊണ്ടാക്കാൻ പറ്റിയില്ല, കാരണം എനിക്കിന്ന് വർക്ക് ഉണ്ട്, നാളെയും വർക്ക് ഉണ്ട്. അതുകൊണ്ട് ഒരു 4 ദിവസം ഓഫും ലീവായിട്ട് കിട്ടി. മനു ഞാനും വാവയും കൂടി ഇനി 4 ദിവസം ഒറ്റക്കാറ്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ കാടാക്കിയത് ഞങ്ങൾ ആദ്യമായിട്ട് ഒറ്റക്ക് കണ്ടിന്യൂസ് ഒരാഴ്ചയോളം നിൽക്കാൻ പോണേ. ഒന്നില്ലെങ്കിൽ മമ്മി ഉണ്ടാവും, ഇല്ലെങ്കിൽ അമ്മ ഉണ്ടാവും. ഞാൻ ഒന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കും, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കും. ഞങ്ങൾ എന്തായാലും ഒറ്റക്കൊന്ന് നിൽക്കണം വിചാരിച്ച് കുറേ നാൾ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ടൈം കിട്ടിയത്. രണ്ടുപേരും കൂടെ എൻ്റെ അവിടെ പോവാണ്ടിരിക്കാൻ വേണ്ടിയാണല്ലോ കേട്ടോ അവൻ ഈ കാലൊക്കെ വെച്ചേക്കണത്. കയ്യും വെച്ചിട്ടുണ്ട് അവൻ്റെ മേത്ത്. അപ്പം അമ്മ പോയിട്ട് 2 ദിവസമായി. എനിക്ക് 2 ദിവസമായിട്ട് ബിസി ആയിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ എന്തായാലും ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞാനിവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതി അവിടെ കിച്ചണിൽ അരി കഴിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 12 മണിയായി. എന്നാലും 1 മണിക്കൂർ മതിയാവുമെന്ന് വിചാരിക്കണം. 1.5 മണിക്കൂർ. കാരണം ഞങ്ങൾ എണീറ്റപ്പോൾ ലേറ്റായി. പിന്നെ ഞാൻ വേർത്ത് വിളിച്ചിട്ടുണ്ട്, പുറത്ത് ചിക്കൻ വാങ്ങിച്ചിട്ടൊക്കെ വരേണ്ടി വന്നു. ഇതൊക്കെയാണ് സംഭവം എന്നല്ല. 1:30 ഏട്ടാ വാവ അതിനിടയിൽ കിടന്നുറങ്ങിക്കളഞ്ഞു. എന്ത് ബഹളം, അവന് ഫുഡ് ഉണ്ടാക്കാൻ സമയമൊക്കെ ഉണ്ടായിരുന്നില്ല. ഞാൻ വേർത്ത് കുടിച്ച് ദേ ഇവളിവിടെ പാത്രം കഴുകണം. ദേ ബിരിയാണി, ചിക്കൻ കറി ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടാ. ചിക്കൻ കറി ബിരിയാണി ദം ചെയ്യാൻ വെച്ചേക്കുക. ഞാൻ മെയിൻ ഷെഫ്, മനു ഷൂ ഷെഫ്. അന്ന സൂ ഷെഫ് എഴുതി പൊക്കിക്കേടി പൊക്ക്. ഓ മിസ്റ്റേക്ക്. അപ്പം ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവുക. അതിൻ്റെ ഇടയ്ക്കൊന്ന് കറണ്ട് പോയപ്പോൾ വാവേനൊന്ന് കിടക്കാണ്ടോൾ പോയി. എനിക്ക് വിശക്കണം, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാനെന്തെങ്കിലും കഴിക്കട്ടെ. അതേക്കുറിച്ച് ആരെയും കൂടി ആയിരുന്നു ഞങ്ങളുടെ വീഡിയോ കണ്ടിരിക്കുക. അതുകൊണ്ട് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ്. അതാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നല്ല രസമാണ്. ഡാഡയുടെ ഫ്രൈഡ് റൈസ് കഴിക്കണണ്ട. അതുകൊട്ടെ തൈര് വെച്ച് ഭയങ്കര പാട് പിന്നെ ഫുഡ് കഴിപ്പിക്കാനായിട്ട്. ഞാൻ വീടല്ലേ വാവേ, വീടല്ലേ കഴിക്കേ. 4-5 സ്പൂണല്ലേ കഴിച്ചുള്ളത്. ആ വെള്ളം ചോദിച്ചു മതിയായി. നെക്സ്റ്റ് ദിവസമായിട്ടാ ഞങ്ങൾ എല്ലാ ദിവസവും കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. അത് ക്ഷമിക്കുക. അപ്പോൾ അതെ ഞാൻ എന്താണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി. ഞാൻ എണ്ണിക്കട്ടേ ഉള്ളു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വെച്ചിട്ടേക്ക്. അവളവിടെ വർക്കൗട്ട്, ഭയങ്കര വർക്കൗട്ടാണ്. ബാബ അവിടെ പക്കിളി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്കിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഭാഷയിൽ മിക്സറിനാട്ടാ. മിക്സർ അവൻ പക്കിളി എന്ന് പറയുന്നത്. ഇന്നത്തെ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. അതുകൊണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. ഓ ചൂടായിപ്പോയി. ഒറ്റക്ക് ഡ്രസ്സ് ചെയ്യണം. സ്വയം സെലക്ട് ചെയ്തിരിക്കുന്ന ഡ്രസ്സാട്ടത്. കുഴപ്പമൊന്നുമില്ല, കളർ കോമ്പിനേഷനൊക്കെ ഉണ്ട് അല്ലേ വാവേ. ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാനായിട്ട് പോവാം. വെറുതെ വീട്ടിൽ കുറച്ച് ദിവസം ഇരിക്കണം. പുറത്തോട്ട് പോകാൻ വിചാരിച്ചു. ഞാൻ പുറത്തോട്ട് പോകുന്നുണ്ട്, നിങ്ങൾ രണ്ടിനും പുറത്തോട്ട് വന്നില്ല. കൂട്ടത്തിൽ എന്ന് പുറത്ത് വന്നാലും ഞങ്ങൾക്ക് ഈ മേളിൽ ഏറ്റവും മേളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനുള്ള ഗതി കേട്ടുള്ളൂ. ഇത് കണ്ട ഇത് ഒരു വൃത്തികെട്ട പാർക്കിംഗ് ആട്ടോ. ഇവരുടെ ചുറ്റിക്കറങ്ങി എന്തായി വാ. എവിടെ? അവിടെ സൺസെറ്റ് ഉണ്ട്. അതെ നല്ല കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പുറത്ത് എന്തൊക്കെ പണിയുന്നുണ്ട്. അത് വാവേ അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സാട്ടാ. വീട്ടിൽ കിടന്ന് ബഹളം എനിക്ക് ഈ ഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഭയങ്കര പിക്ക് ആൻഡ് ചൂസിയൊക്കെയാണ്. സ്റ്റൈൽ മന്ന അത് പൊട്ടെ. പിന്നെ മേളിൽ കൂടെ വെയിറ്റ് പോകണം എപ്പോഴും അതാട്ടോ. ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് മര്യാദക്ക് ഇതിന്റെ ഫസ്റ്റ് ഇതിലൊന്നും പാർക്ക് ചെയ്യാനേ കിട്ടിയിട്ടില്ല. ദേവാവേ വാവേ അത് വാവേ എവിടെ? അവന് ഓൾറെഡി ഒരു സൂട്ട് കേസ് ഉണ്ടല്ലോ. അടുത്ത മാസം ഞങ്ങൾ ഡാർജിലിങ്ങിലോട്ട് പോകും.
അമ്മ കാശ്മീരിൽ നിന്ന് 3-ാം തീയതി വരെ ഉള്ളൂ. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഓടണം നോക്കിയേ. ഒരുത്തിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ കൊച്ചിനെക്കാട്ട ആവശ്യങ്ങളാണ് അവൾക്ക്. നോക്കിയിട്ട് വഴക്കൊക്കെ ഇട്ടിരിക്കുക. നോക്കട്ടെ തിരിഞ്ഞടി പാവേ പായോ. ആ ജീൻസ് തൂങ്ങിപ്പോയാ. എടുത്ത് ചോക്ലേറ്റ് കഴിക്കണ വൈകി വാങ്ങിച്ചതേ ഉള്ളു. പാവേ ചോക്ലേറ്റ് കഴിക്കുവാണോ? എന്താണ് മിഠായി കഴിക്കുവാണോ? കഴിച്ചോ. തലയിറങ്ങും മതി തലയിറങ്ങും. വാവേ അത് നീ കഴിക്കേ. കൊള്ളാവോ? കണ്ട എന്റെ കയ്യിൽ നിന്ന് അവൻ ഐസ്ക്രീം അല്ല ഫ്രോസൺ ചോക്കോട്ട് വാങ്ങിച്ചിട്ട് തന്നെ ഇരുന്ന് കഴിക്കണേ. മനുക്ക് താത് കൂട്ടാ തരൂല. അതെന്താ മനുക്ക് തരാതെ? മനു വാങ്ങിച്ചല്ല മനുക്ക്. ഞാൻ പറഞ്ഞല്ലോ അവന് ഇഷ്ടപ്പെട്ടു. നേരെ നടക്കുവാവേ. എനിക്ക് കയറി വന്നത് കറക്റ്റ് ഫൺ സിറ്റിയുടെ ഫ്രണ്ടിൽ വന്നാ ഞങ്ങള് നിന്നത്. അവൻ ശരിക്കും കണ്ടില്ല അത്. ഫൺ സിറ്റി കണ്ടായിരുന്നെങ്കി ഇപ്പൊ കൊളമായേനെ. കരഞ്ഞ് ബഹളം ഉണ്ടാക്കി സീനാക്കി കളഞ്ഞാൻ അവൻ. ആ തിയേറ്റർ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ PVR ഉണ്ടെന്ന്. നീ എന്താ കാണിക്കണേ? നീ നേരെ നടന്നേ. സിനിമക്ക് എന്ന് പറഞ്ഞ സാധനത്തെ പോവാറില്ല കേട്ടോ. അത് കാരണം ഞങ്ങൾക്ക് തിയേറ്ററിലൊക്കെ എവിടെയൊന്നും അറിയാൻ പാടില്ല. ഞാനും പോകാറില്ല, മനും പോകാറില്ല. കാരണം വാവ ഉള്ള കാരണം എവിടെയും പോകാൻ പറ്റാറില്ല. പിന്നെ ഞാൻ പണ്ട് പോവുമായിരുന്നു. പക്ഷെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാ പഠിക്കോ? വൈറ്റ് ബസ് എവിടെ? വൈറ്റ് ബസ് ആ തേടി അവിടെ വൈറ്റ് ബസ് കൊച്ചിന് കാണാ. Doors. Wow. പാട്ട് മനസ്സിലാണെങ്കിൽ കൊച്ചു പാടണ പാട്ട്. വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട്. അതാണ് കൊച്ചു പാടണ അല്ലേ? ബ്ലൂ ബ്ലാക്ക് ബസ് എവിടെ? ബ്ലൂ ബ്ലാക്ക് ബസ്. ജോണി ജോണി കൂട്ടിനകത്തൊരു കുഞ്ഞിന് തീറ്റ കുഞ്ഞു കിടന്ന് കുഞ്ഞേ കുഞ്ഞേ നിന്നുടെ കയ്യില് ഇല്ല തരില്ല. അയ്യോ കാക്കേ. ടിങ്കിൾ ടിങ്കിൾ how I wonder up above the like a diamond like a diamond in the sky. Oh wow,
Johnny, Johnny. Papa. Eating sugar. No, Papa. Telling lies. No, Papa. Open your mouth. ഞങ്ങൾ TV കാണേണ്ട ഉപകാരമല്ല എന്താണ് അഡ്വാൻറ്റേജാ. എനിക്കോട് തിരിച്ചടി എല്ലാവരും പറയും പിള്ളേര് ടി വി കാണാൻ പാടില്ല, പിള്ളേര് ടി വി കാണാൻ പാടില്ല. ഇവൻ ഈ പാട്ട് തുടങ്ങി, കളറ് തുടങ്ങി, ഓരോ ഷേപ്പ്, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, പെന്റഗൺ വരെ പറയുന്നത് എല്ലാം ടി വി കാണുന്ന എന്തിയാ വെറുതെ. പിന്നെ നമ്മൾ ആരും സജസ്റ്റ് ചെയ്യുമല്ല, പക്ഷെ ഈ എന്താ പറയാ ഇപ്പോഴത്തെ പുതിയ സ്റ്റഡി എന്നൊക്കെ പറയണ അതൊക്കെ വെറുതെ എനിക്ക്. കാരണം സ്റ്റഡി ചെയ്യാനായിട്ടുള്ള അത്ര ഇതൊന്നും ഡാറ്റ ഒന്നും ഇതുവരെയായിട്ട് ആയിട്ടില്ല. കാരണം ടി വി വന്നിട്ട് അധികം നാളല്ല. ഇപ്പോഴത്തെ പിള്ളേർക്കാണ് ടി വി കണ്ടല്ലേ കാണാനായിട്ട് പറ്റുള്ളൂ. ഫോണിന്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ ടിവി എനിക്ക് തോന്നുന്നില്ല ഡിസഡ്വാൻറ്റേജ്. കാരണം ഇത്രയും കാര്യങ്ങൾ അവൻ നമ്പർ കൗണ്ട് ചെയ്യാനൊക്കെ 2 വയസ്സ് തുടങ്ങിയ നമ്പർ കൗണ്ട് ചെയ്യില്ലേ. കളേഴ്സ് എല്ലാം അറിയാം, എല്ലാം പഠിച്ച ടി വി കൂടെ അവൻ. യൂട്യൂബാണ് അവന്റെ ഐ എം സോറി എന്ന് പറയാൻ ടി വി കൂടെ അല്ല സെന്റൻസ് ഫ്രേസ്, ഇംഗ്ലീഷ് സെന്റൻസ് ഫ്രേസ് ചെയ്യാൻ പഠിച്ചത് ടി വി കൂടെയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി, എല്ലാത്തിനും മീനിങ്ങും അറിയാം. വെറുതെ പിള്ളേരെ വെറുതെ ടി വി ഒക്കെ കുഴപ്പമൊന്നുമില്ല. ടി വി നല്ലതാണോ മുത്തുമണി? യൂട്യൂബ് ടി വി നല്ലതാണോ? അതിനിടയിൽ ആ പാട്ടായി. കുഞ്ഞിത്തീറ്റൊക്കെ പോവാണ്ട അയ്യോ, കുഞ്ഞിത്തീറ്റൊക്കെ പോവാണ്ട അയ്യോ, പറ്റിച്ചു. കാക്ക പറ്റിച്ചാ? കാക്ക നീപ്പ് കൊണ്ടി. ആരുടെ നെയ്യപ്പം? കാക്ക നീവ് കൊണ്ടി. ആരുടെ? അത് കൂട്ടനാണോ നെയ്യപ്പം? കാക്ക നീവ് കൊണ്ടി. അയ്യോ, അമ്പട കൊടുക്കണം കാക്കക്ക്. കാക്ക എവിടെ? എവിടെ കാക്ക എവിടെ? അമ്പട കള്ള കാക്കിയേ കൊച്ചിനെ നെയ്യപ്പം കൊണ്ടുപോല്ലേ? നെയ്യപ്പം കൊണ്ടുപോയാ ഡാറ്റ കാക്കനെ കണ്ടേട്ടാ. കാക്ക ജാമ്പ് കൊടുക്കാം. ഇല്ലെന്താ എന്റെ ഫ്രണ്ടില് ചെണ്ട ഓട്ടല്ലേ? എന്ത് ചെണ്ട ഓട്ടാണത്? ദീപം അല്ല, താലം. ഈ താലം കൊണ്ടുകൊണ്ടാണ് ഈ ചെണ്ട. ഏതമ്പലത്തിന്റെ ആണെന്നറിയില്ലല്ലോ. അയ്യോ, കേക്ക് നശിപ്പിച്ച്. തുറന്നു തരാം മനു, അത് തുറന്നു കൊടുക്ക. ഞാൻ അടച്ചോളാം, നീ അവന് തുറന്നു കൊടുക്ക്. അത് ജ്യൂസ് ആക്കല്ലേ. ദേടി തകർത്ത് പൊളിക്കണേ. വന്ന ഉടനെ തന്നെ അവന്റെ ചോക്ലേറ്റ് വൈറ്റ് കേക്ക് തിന്നണേ അല്ലേ? ഓ കാല് തിരുമ്മിക്ക്. എന്താണിത് കാല് തിരുമ്മിക്കണേ? കൊറേ നടന്ന അത് കൂട്ടൻ. ഓ യാന്നാ, ഓ മൈ ഗോഡ്. അതുകൂട്ടൻ കൊറേ ചാടിയാ മുത്തുമണി ഇന്ന് കൊറേ ചാടി കൊച്ചു. അതാ കൊച്ചു ദേ ഡാഡനെ കൊണ്ട് കാല് തിരുമ്മിക്കണ്ടില്ലേ. മതിയായി, ഞങ്ങക്ക് ഇനി വെള്ളം മതി അല്ലേ? ബ്ലൂ വെള്ളോ? മാമാനെ എടുത്തോണ്ട് വരാട്ടാ, നിക്കട്ടാ. ഗ്ലാസ്സിൽ മതിയാ? മറ്റേ 4th പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞട്ടാ. ഇന്ന് 3-ാം തീയതിയാണ്. ഇന്ന് അമ്മയും മമ്മിയൊക്കെ വന്ന ദിവസമാണ്. അപ്പൊ ഞങ്ങളിവിടെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുവാണ്. വാവയുടെ പാത്രം കളിപ്പാട്ടങ്ങളാണ് എല്ലായിടത്തും. അവന് ഉറക്കമാണ്. അന്ന് എനിക്കൊന്ന് തോന്നുന്നു എനിക്ക് കിടക്കുക കള്ളൻ. ഞങ്ങളന്ന് ഇടയ്ക്ക് അമ്മൂമ്മയുടെ അടുത്ത് കാണാനൊക്കെ പോയി. ഇവിടെ അത് മനുവിൻ്റെ അമ്മൂമ്മ, വാവയുടെ മുത്തശ്ശി. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്ന് അമ്മയൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. മമ്മി നേരെ അങ്ങോട്ട് പോകും, അമ്മ ഇങ്ങോട്ട് വരും. ഒരു 8 മണിയാകുമ്പോൾ വരുമെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അതിനായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റില്ല, എനിക്ക് വർക്കുണ്ടായിരുന്നു 2 ദിവസം. അമ്മ വന്നിട്ടാ ഒരാഴ്ചത്തെ തെണ്ടിത്തിരിയൽ കഴിഞ്ഞ് അമ്മ വന്നിരിക്കുന്നു. എന്താ വാങ്ങിച്ചേ? വീടാ? ഓ മറ്റേ ഇത് രാജസ്ഥാനി വണ്ടി. ഇതിന്റെ മേളിൽ കേറി നിക്കാന്ന് തോന്നുന്നു. അതെ, കേറി നിക്ക. രാജസ്ഥാനി വണ്ടിയാ. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മ ട്രിപ്പൊക്കെ? ഇതിന്റെ വീടല്ലേ?
അപ്പൊ ലോഗിൻ ചെയ്യാൻ ടൈമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ടൈം. നമ്മ കാശ്മീരിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ ഇവിടെ ഷർട്ട് ഇതൊക്കെയാണ് നമ്മ കൊണ്ടുവന്നേക്കുന്നത്. കൊള്ളാം.